നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഭരണസമിതിയും രാഷ്ട്രീയക്കാരും ചേർന്ന് താറുമാറാക്കുന്ന ഉപജാപക കേന്ദ്രമായി മാറ്റാൻ BJP അനുവദിക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കനത്ത മഴയിൽ പന്തീരങ്കാവിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. UPSC പരീക്ഷയിൽ ചരിത്ര വിജയം നേടി കീഴരിയൂർ സ്വദേശിനി AK സരിക. കാഞ്ചീരവം കലാവേദിയുടെ 7ാം വാർഷികാഘോഷ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഭരണസമിതിയും രാഷ്ട്രീയക്കാരും ചേർന്ന് താറുമാറാക്കുന്ന ഉപജാപക കേന്ദ്രമായി ആശുപത്രിയെ മാറ്റാൻ BJP അനുവദിക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. രോഗികൾക്കെതിരെ അനാസ്ഥകൾ നടക്കുന്നുവെന്നാരോപിച്ച് T റെനീഷ് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപിച്ചും ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും BJP ജില്ലാ സെക്രട്ടറി T റെനീഷ് ആശുപത്രിക്ക് മുന്നിൽ ഉപവാസമനുഷ്ഠിച്ചു. ജില്ലാ പ്രസിഡന്റ് VK സജീവൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവൻ കൊണ്ടാണ് ഡോക്ടർമാർ കളിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടമുണ്ടെന്നും അത് പരിശോധിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവൻ കൊണ്ട് ആണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കളിക്കുന്നത്. അവിടെ നിങ്ങൾ ന്യായീകരിച്ചിട്ട് ഞങ്ങളെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയിലല്ല പോകേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പൈസ എത്ര കിട്ടും, എക്സ്ട്രാ പൈസ എത്ര കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ഡോക്ടർമാരുടെ പലരുടെയും ചിന്ത. എനിക്ക് ബലമായ സംശയമുണ്ട്, ഈ ക്യാമ്പസിനകത്ത് മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടമുണ്ട്. പരിശോധിക്കപ്പെടണം. ഡോക്ടർമാരും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെയും ഇടയിൽ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ? ആരോടാ ഇതൊക്കെ പറയുന്നത്? ഇവിടെ ഒരു ഭരണസമിതിയുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി കൊടുത്തുവിടുന്ന കത്ത് നടപ്പിലാക്കലാണ് ഈ ആശുപത്രിയിലെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ചുമതല. പിന്നെ എങ്ങനെയാ ഈ ആശുപത്രി നന്നാകുക? ഭരണസമിതിയും ഈ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് താറുമാറാക്കുന്ന ഒരു ഉപജാപക കേന്ദ്രമായി മെഡിക്കൽ കോളേജിനെ മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുക. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സബിത പ്രഹ്ലാദൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TP ദിജിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ, ജില്ലാ സെക്രട്ടറി പ്രശോഭ് കോട്ടൂളി, മേഖലാ ട്രഷറർ TV ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം TP സുരേഷ്, സതീഷ് പാറന്നൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൊക്കിനാരി, ജില്ലാ കമ്മിറ്റി അംഗം തിരുവണ്ണൂർ ബാലകൃഷ്ണൻ, ശശിധരൻ നാരങ്ങയിൽ, K ഷൈബു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കനത്ത മഴയിൽ പന്തീരങ്കാവിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. ഒരാൾക്ക് പരിക്കേറ്റു. ആറുവരിപ്പാതയിൽ കഴിഞ്ഞ ദിവസം വിള്ളൽ വീണ കൊടൽനടക്കാവ് അംഗനവാടിക്ക് സമീപത്തെ കോൺക്രീറ്റ് ഭിത്തിയാണ് തകർന്നു വീണത്. സർവീസ് റോഡിന്റെ കോൺക്രീറ്റ് ഭിത്തി തെങ്ങിനും മറ്റ് മരങ്ങൾക്കും മുകളിലേക്കാണ് വീണത്. ഇതോടെ മരങ്ങൾ സമീപത്തെ ചിറക്കൽ അറുമുഖന്റെ വീടിനുമേൽ പതിച്ചു. വലിയ കോൺക്രീറ്റ് പാളി അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ ചാരിയ നിലയിലാണ്. കോൺക്രീറ്റ് ഭിത്തി പതിച്ച് പൊട്ടിവീണ മരത്തിന്റെ കൊമ്പ് തലയിൽ പതിച്ചാണ് ചിറക്കൽ മോഹനന് തലയ്ക്ക് പരിക്കേറ്റത്. ചിറക്കൽ ക്ഷേത്രത്തിലേക്കും മരം വീണിട്ടുണ്ട്. സ്ഥലത്ത് വലിയ ദുരന്ത സാധ്യതയാണ് നിലനിൽക്കുന്നത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ശേഷിക്കുന്ന കോൺക്രീറ്റ് ഭിത്തിയും ഏത് നിമിഷവും നിലം പൊത്താൻ സാധ്യതയുണ്ട്. റോഡിന് സമീപത്തെ 9 വീടുകളും അങ്കണവാടിയും ക്ഷേത്രവും അപകട ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് ഭിത്തിയിലും റോഡിലും വിള്ളൽ വീണ് സർവീസ് റോഡും പുതിയതായി നിർമ്മിച്ച ഓവുചാലും
3 ഇഞ്ചോളം താഴ്ന്നത് പഞ്ചായത്ത് അധികൃതരും നിർമ്മാണ കമ്പനി മുതിർന്ന ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി പരിശോധന നടത്തിയ ശേഷവും നിർമ്മാണ കമ്പനിയായ KMC യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. കോൺക്രീറ്റ് ഭിത്തി ബാക്കി കൂടി ഇടിഞ്ഞു വീണാലുണ്ടാകുന്ന വൻ അപകടത്തിൻ്റെ ഭീതിയിലാണ് പ്രദേശവാസികളായ കുടുംബാംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UPSC പരീക്ഷയിൽ ചരിത്ര വിജയം നേടി കീഴരിയൂർ സ്വദേശിനി AK സരിക. സെറിബ്രൽ പാൾസി രോഗബാധിതയായ സരിക തന്റെ കഠിന പരിശ്രമം കൊണ്ടും പ്രിയപ്പെട്ടവരുടെ പ്രോത്സാഹനം കൊണ്ടുമാണ് ഉന്നത വിജയം നേടിയത്. ചലനശേഷി കുറവായ 23-കാരിയായ സരിക ചലിക്കുന്നത് വീൽ ചെയറിന്റെ സഹായത്തോടെയാണ്. വീൽ ചെയറിൽ ഒതുങ്ങിയപ്പോഴും സെറിബ്രൽ പാൾസി രോഗം മൂലം ഇടത് കൈയുടെ ചലനശേഷി കുറവായിട്ടും കടുത്ത മത്സര പരീക്ഷയിൽ സരിക 922-ാം റാങ്ക് കരസ്ഥമാക്കി. തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായെന്നും IASൽ ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ നിയമനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സരിക പറഞ്ഞു. കൊയിലാണ്ടി SNDP കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദം നേടിയ സരിക സിവിൽ സർവീസ് പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. സ്കൂൾ അധ്യാപകനായ അബ്ദുറഹിമാനാണ് പ്രേരണയായത്. അദ്ദേഹം വഴികാട്ടിയായതോടെ ജോബിൻ എസ് കൊട്ടാരത്തിന്റെ പ്രൊജക്റ്റായ ചിത്രശലഭത്തിലൂടെ ട്രെയിനിങ് ആരംഭിച്ചു. 2022-ൽ പരിശീലനം ആരംഭിച്ച സരിക തന്റെ രണ്ടാമത്തെ ശ്രമത്തിലാണ് UPSC നേടിയത്. I preferred IAS as my first preference, but I am not sure whether I got or not. But whatever the service I got, I will do my best, and I can assure that the society, I will do what I in my possibilities for the society. But if I get IAS, I am aiming to do something for specially able person, because I am also from that community. So for education they are suffering a lot. I can understand that, because I also face a lot. So I want to do something special for the education of specially able person. IAS ലഭിക്കുകയാണെങ്കിൽ കേരള കേഡറിൽ ജോലി ചെയ്യണമെന്നാണ് താല്പര്യമെന്നും രണ്ടാമതായി തമിഴ്നാട് തിരഞ്ഞെടുക്കുമെന്നും സരിക പറയുന്നു. കീഴടങ്ങാത്ത ഇച്ഛാശക്തിയിലൂടെ വലിയ നേട്ടം കൊയ്ത സരിക അഭിമാനത്തിന്റെ നെറുകയിലാണ്. കീഴരിയൂർ ഇരമൺകണ്ടി ശശീന്ദ്രന്റെയും രകയയുടെയും മകളാണ് സരിക. ദേവികയാണ് സഹോദരി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാഞ്ചീരവം കലാവേദിയുടെ 7ാം വാർഷികാഘോഷ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. സാഹിത്യകാരൻ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷേപണശ്രീ ശ്രവണശ്രീ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. റേഡിയോ ശ്രോതാക്കളുടെ കലാസാഹിത്യവേദിയാണ് കാഞ്ചീപുരം കലാവേദി. ഖാൻകാവിൽ നഗർ എന്ന് പേരിട്ട നളന്ദ ഓഡിറ്റോറിയത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. പ്രസിഡന്റ് കാട്ടാക്കട രവി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. റേഡിയോ വരുന്നു. മഹാകവി ടാഗോറാണ് അതിന് ആകാശവാണി എന്ന് പേരിട്ടത്. വളരെ കൗതുകമുള്ളൊരു കാര്യം. കാരണം സംസ്കൃത നാടകങ്ങളിലൊക്കെ ആകാശഭാഷിതം എന്നൊരു വകുപ്പുണ്ട്, അശരീ. അപ്പൊ ടാഗോറാണ് പറയുന്നത് ആ പേരാണ് നല്ലത്. ആകാശവാണിയുടെ എത്രത്തിൽ കാണാം ബഹുജനഹിതായ ബഹുജന സുഖായ. തുളസിയുടെ ഒരു വാക്കാണത്. രാമചരിത മാനസം എഴുതിയ തുളസീദാസൻ എന്തിനു വേണ്ടിയാണ് ഈ രാമചരിതം താൻ എഴുതുന്നത് എന്ന് പറയും. അതിൽ പറഞ്ഞ ഒരു വാക്ക് സ്വാന്ത സുഖായ, എന്റെ സുഖത്തിന് വേണ്ടിയാണ്. അപ്പോ ബഹുജന സുഖത്തിന് വേണ്ടിയാണ് ബഹുജന സുഖായ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിട്ട് 1.5 നൂറ്റാണ്ടായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒന്നാണ് റേഡിയോ. പ്രക്ഷേപണശ്രീ അവാർഡ് R കനകാംബരനും ശ്രവണശ്രീ അവാർഡ് ഉണ്മ മോഹനനും ഏറ്റുവാങ്ങി. RJ ലിഷ്ണ, K വല്ലി ടീച്ചർ, രാജേന്ദ്രൻ പൊടിയാടി, സുരേഷ് തെക്കീടിൽ, കാട്ടാക്കട മൈക്കിൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. KP മുരളീധരൻ, KM നരേന്ദ്രൻ, അഷറഫ് കാവിൽ, ലത്തീഫ് പറമ്പിൽ, കാഞ്ചിയോട് ജയൻ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വാസ്തുവിദ്യയ്ക്ക് നിത്യജീവിതത്തിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യുന്ന പ്രദർശനം ബിലോങ് പൊറ്റമ്മൽ പാലാഴി റോഡിലെ ദി എർത്തിൽ ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസരിച്ച് നിർമ്മാണ രീതികൾ മുതൽ AI-യുടെ സാധ്യതകൾ വരെ വിശദീകരിക്കുന്നതാണ് പ്രദർശനം. കേവലം കെട്ടിട നിർമ്മാണം എന്നതിൽ നിന്നും സമൂഹങ്ങൾക്കിടയിലെ സാംസ്കാരിക വിനിമയം എന്ന തലത്തിലേക്ക് വാസ്തുവിദ്യ മാറിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് കാലിക്കറ്റ് മുൻ ചെയർമാൻ PP വിവേക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉപരിവർഗത്തിന് മാത്രമുള്ളതാണ് ആർക്കിടെക്ട് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിന് പൊതുവായുണ്ട്. പുതിയ കാലത്ത് അവയ്ക്ക് മാറ്റം വരുന്നുണ്ടെന്നും നല്ല രൂപകൽപ്പനയിലൂടെ മെച്ചപ്പെട്ട നിർമ്മാണങ്ങൾ സാധ്യമാണെന്ന് തിരിച്ചറിവുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ നമ്മളുടെ നഗരത്തിന്റെ സ്വഭാവം, നമ്മൾ പഴയ ഹെറിറ്റേജ് ആയിരുന്ന നഗരത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു മോഡേൺ നഗരത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ എല്ലാം പ്രൈവറ്റൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒന്നും കളക്ടഡ് ആയി കിട്ടുന്നില്ല. സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുന്ന, കാൽനടയായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു നഗരവും ഡിസൈൻ ചെയ്യപ്പെടുന്നില്ല, ഒരു പ്ലാനിങ്ങും ചെയ്യപ്പെടുന്നില്ല. എല്ലാ പ്ലാനിങ്ങും തന്നെയും കാറുകൾക്ക് വേണ്ടിയുള്ള മാത്രം പ്ലാനിംഗ് ആണെന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ ദ എർത്ത് സഹസ്ഥാപകൻ നിഷാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത ആർക്കിടെക്ട് ടോണി ജോസഫ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. IIA കേരള ചെയർമാൻ നൌഫൽ P ഹാഷിം, കാലിക്കറ്റ് ചെയർമാൻ വിനോദ് ശ്രീയക്, AK പ്രശാന്ത്, ബാബു ചെറിയാൻ, അനിത ചൗധരി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ലയൺസ് പാർക്ക്, ടാഗോർ ഹാൾ, ബീച്ച് ഫ്രീഡം സ്ക്വയർ, അർബൻ സ്ക്വയർ, പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് തുടങ്ങിയവയുടെ മോഡലുകൾ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ മാസ്റ്റർ പ്ലാനുമുണ്ട്. മെയ് 24 വരെ നീളുന്ന പ്രദർശനം വൈകിട്ട് 3 മുതൽ 6 വരെ പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഫറൂഖ് യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു. ജില്ലാ ട്രഷറർ V സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫറൂഖ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ V സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സമൂഹം നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ചൂട് തൊഴിലാളി സമരങ്ങൾ. തൊഴിലാളി സമരങ്ങളെ നേരിടാനാണ് ഈ സംഘടന രൂപം കൊണ്ടത്. 1989 തൃശ്ശൂരിലെ അങ്ങാടിയിൽ, അരിയങ്ങാടി എന്നറിയപ്പെടുന്ന ആ അങ്ങാടിയിൽ ഒരു സമരം നടന്നു. അന്യായമായ കൂലി വർധനമായിരുന്നു ആ സമരത്തിന് ആധാരം. അവിടുത്തെ വ്യാപാരികൾ അന്ന് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങാടി അടച്ചിട്ടത് 56 ദിവസമാണ്. കേരളത്തിലെ വ്യാപാരികൾ സംഘടിതരല്ല. ഒരു കൊടിക്കീഴിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊണ്ടെടുക്കണമെന്ന് അന്നത്തെ തൃശ്ശൂരിലെ ചേംബറിന്റെ പ്രസിഡന്റായിരുന്ന CM ജോർജും MA ജോണും അടക്കമുള്ള ആളുകൾ, കോഴിക്കോട് നിന്ന് KSM സാഹിബിനെ പോലുള്ള ആളുകൾ അന്ന് കേരള വ്യാപാരി വ്യവസായിക്ക് ഏകോപന സമിതിക്ക് രൂപം കൊടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് M മമ്മുണ്ണി അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രസംഗം നടത്തി. ജില്ലാ സെക്രട്ടറി KM ഹനീഫ, ബേപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് OP രാജൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി K ബീരാൻ, മണ്ഡലം ട്രഷറർ അജ്മൽ, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷിദ് അരീക്കാട്, യൂണിറ്റ് സെക്രട്ടറി അജിത് കുമാർ പൊന്നേപ്പറമ്പത്ത്, ട്രഷറർ K അബ്ദുൽ നാസർ, വൈസ് പ്രസിഡന്റ് MK അബൂബക്കർ, സെക്രട്ടറി PC ഷംസീർ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി M മമ്മുണ്ണി, ജനറൽ സെക്രട്ടറി MK അബൂബക്കർ, ട്രഷറർ P ഷിജിത്ത് എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെളിച്ചം സംസ്ഥാന സംഗമവും അവാർഡ് ദാനവും മെയ് 25-ന് കോഴിക്കോട്ട് നടക്കും. പഠിതാക്കളുടെ സംസ്ഥാന സംഗമം ടി പി അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്യും. പരീക്ഷകളിൽ മുഴുവൻ മാർക്കും നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും പ്രശസ്തി പത്രവും നൽകും. ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വെളിച്ചം സംസ്ഥാന സംഗമം മെയ് 25 വരുന്ന ശനിയാഴ്ച കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതിയാണ് വെളിച്ചം. ആയിരങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. വിശുദ്ധ ഖുർആനിന്റെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിന്റെ തഫ്സീർ പ്രകാരമാണ് ഈ പരീക്ഷകൾ നടക്കുന്നത്. പ്രത്യേക സിലബസ് തയ്യാറാക്കിയിട്ട് പുസ്തകങ്ങൾ ഇറക്കി അത് പഠിതാക്കൾക്ക് വിതരണം ചെയ്യും. അത് പഠിതാക്കളിൽ 3 മാസം കാലാവധിയിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുകയും പിന്നീട് അതിന്റെ പരീക്ഷ നടത്തുകയും ഫലപ്രഖ്യാപനം നടത്തുകയും സമ്മാനദാനം നടക്കുകയുമാണ് ചെയ്യാറ്. ഇതിന്റെ സമ്മാനദാനവും സംസ്ഥാന സംഘവുമാണ് 25-ന് ശനിയാഴ്ച നടക്കുന്നത്. KNM യുവഘടകമായ ISM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വെളിച്ചം ബാലവെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ 15ാമത് സംഗമവും അവാർഡ് ദാനവും മെയ് 25-ന് കോഴിക്കോട്ട് നടക്കും. ഖുർആൻ നേരിന്റെ നേർവഴി എന്ന ശീർഷകത്തിലാണ് സംഗമം നടക്കുക. KNM സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂരിഷ അവാർഡ് ദാനം നിർവഹിക്കുമെന്നും ISM സംസ്ഥാന ട്രഷറർ KMA അസീസ്, KNM ജില്ലാ സെക്രട്ടറി അബ്ദുൽ സലാം വളപ്പിൽ, ISM ജില്ലാ പ്രസിഡന്റ് ജുനൈദ് മേലത്ത് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മടവൂരിലെ കാരുണ്യ സ്വയം സഹായ സംഘത്തിന്റെ പുതിയ ഓഫീസ് പ്രവർത്തന സജ്ജമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീൽചെയറുകൾ സംഘടന വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മടവൂർ അരങ്കിൽ താഴം പ്രദേശത്ത് കലാസാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കൂട്ടായ്മയാണ് കാരുണ്യ സ്വയം സഹായ സംഘം. കാരുണ്യ സ്വയം സഹായ സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനവും വീൽചെയർ വിതരണവും മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് നിർവഹിച്ചു. സത്യത്തില് ആദ്യത്തെ പേര് എടുത്തു പറയുന്നത് തിലകൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാരുണ്യ സ്വയം സഹായ സംഘം സെക്രട്ടറി മോഹൻദാസ്, സുധീർ, വാസുദേവൻ, നസ്തർ, അസീസ് മാസ്റ്റർ, സുരേന്ദ്രൻ, അശോകൻ, മൂസ PC തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനവും സംഘത്തിന് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാലം അത്രയും നടത്തുന്നതിന് വേണ്ടി ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ടാണ് ഇത്രയും കാലം ഈ സംഘത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു വാടക കെട്ടിടത്തിലേക്കാണ് തൽക്കാലം സംഘത്തിൻ്റെ ഓഫീസ് മാറുന്നത്. സംഘത്തിൻ്റെ ഓഫീസല്ല, നമ്മുടെ നാടിൻ്റെ ഒരു പാലിയേറ്റീവ് സെൻ്ററായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. അഹമ്മദ് കുട്ടി ഉണ്ണികുളത്തിന്റെ KM മൗലവി ഒരു പാഠപുസ്തകം എന്ന ഗ്രന്ഥം മെയ് 27-ന് കോഴിക്കോട്ട് പ്രകാശനം ചെയ്യും. സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങും. KM മൗലവി ഒരു പാഠപുസ്തകം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇവര് കുറെ ബുക്കുകൾ ഇങ്ങനെ ലീഡേഴ്സിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതുന്നുണ്ട്.
എഴുതി കുറേ എണ്ണം കഴിഞ്ഞു. ഒന്ന് CD സാഹിബിനെ കുറിച്ച് ഒരു പുസ്തകം, CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഒരു പുസ്തകം. അപ്പോൾ ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് KM മൗലവി ഒരു പാഠപുസ്തകം എന്ന ഈ ഗ്രന്ഥം പുറത്തിറക്കുന്നത്. 1964 സെപ്റ്റംബർ 10 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി KM മൗലവിയെ പറ്റിയുള്ള പഠനമാണ് മുൻ ചന്ദ്രിക പത്രാധിപർ അഹമ്മദ് കുട്ടി ഉണ്ണികുളത്തിൻ്റെ KM മൗലവി ഒരു പാഠപുസ്തകം എന്ന ഗ്രന്ഥം. മെയ് 27 തിങ്കളാഴ്ച കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്യും. ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് PMA സലാം മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും അഹമ്മദ് കുട്ടി ഉണ്ണികുളം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് അദ്ദേഹം. KP കേശവമേനോൻ, K മാധവ മേനോൻ എന്നിവരോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണ്ണൂർ CMHSSലെ സുഹൃത്തുക്കൾ വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുകൂടി. സ്നേഹവും സൗഹൃദവും സന്തോഷവും പങ്കിട്ടു. ഓർമ്മക്കൂട് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സഹപാഠികൾക്ക് അവിസ്മരണീയമായിരുന്നു. കലാപരിപാടികളിലും പഴയ കൂട്ടുകാർ സജീവമായി. മണ്ണൂർ CMHSSലെ 1983-84 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ നടന്നു. വിട്ടുപിരിഞ്ഞ സഹപാഠികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ മൗനപ്രാർത്ഥന നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. സ്കൂൾ പ്രിൻസിപ്പൽ ബൈജു K പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഹേമ ബിന്ദു അധ്യക്ഷയായിരുന്നു. ഫോട്ടോ സെഷനും കരോക്കെ ഗാനമേളയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കവിതാലാപനവും ഒത്തുചേരലിനെ ശ്രദ്ധേയമാക്കി. അധ്യാപകരായ വത്സല, സാവിത്രി, ബാലൻ, അന്നമ്മ, കുര്യൻ, വിജയകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രദീപ്, കാളിദാസൻ, സജീവ്, മുഹമ്മദ് കോയ, ശരത്ത്, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമിച്ചുള്ള ഭക്ഷണത്തിനും സമ്മാന വിതരണത്തിനും ശേഷം പരിപാടികൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മധുരം അയൽപ്പക്കവേദി 6ാം വാർഷികാഘോഷവും കുടുംബ സംഗമവും പറമ്പിൽ AMLP സ്കൂളിൽ നടന്നു. മധുരം രക്ഷാധികാരി TV ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് മോവിളാരി മഞ്ജുള അധ്യക്ഷയായിരുന്നു. ജോയിന്റ് സെക്രട്ടറി RK ഇരവിൽ ആമുഖ പ്രസംഗം നടത്തി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷൈജു കിഴക്കിൽ സ്വാഗതം പറഞ്ഞു. മധുരം സെക്രട്ടറി PT ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത കുന്നത്ത്, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ അസോസിയേഷൻ ചേവായൂർ മേഖലാ പ്രസിഡന്റ് PH താഹ എന്നിവർ മുഖ്യാതിഥികളായി. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം E രാമൻ, മധുരം ജോയിന്റ് സെക്രട്ടറി NM കേശവൻ മാസ്റ്റർ, ഭരണസമിതി അംഗം ചന്ദ്രൻ ഇടപ്പത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ മാസ്റ്റർ വാർഷിക പ്രവർത്തന രൂപരേഖയും ട്രഷറർ നിഷ കോതങ്ങാട്ട് പ്രമേയവും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് റഫീഖ് പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച അയൽപ്പക്കവേദി അംഗങ്ങളെ അനുമോദിച്ചു. അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഭരണസമിതിയും രാഷ്ട്രീയക്കാരും ചേർന്ന് താറുമാറാക്കുന്ന ഉപജാപക കേന്ദ്രമായി മാറ്റാൻ BJP അനുവദിക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കനത്ത മഴയിൽ പന്തീരങ്കാവിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. UPSC പരീക്ഷയിൽ ചരിത്ര വിജയം നേടി കീഴരിയൂർ സ്വദേശിനി AK സരിക. കാഞ്ചീരവം കലാവേദിയുടെ 7ാം വാർഷികാഘോഷ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.